ഇന്നൊരു യാത്രയാണ്, കോഴിക്കോട് ടു കോട്ടയം പാല. യാത്രയുടെ വിശേഷങ്ങൾ വഴിയാ പറയാം. അങ്ങനെ പാലയേക്കര ടോൾ ഗേറ്റ് എത്തി. നമ്മൾക്ക് പലർക്കും സംഭവിക്കുന്നതാണ്, ടോൾ ഗേറ്റ് കാണുമ്പോൾ മാത്രമേ നമ്മൾ ഫാസ്ടാഗിൽ ബാലൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നുള്ളൂ. എന്നാൽ പുതിയ നിയമപ്രകാരം പെട്ടെന്ന് റീചാർജ് ചെയ്ത് ക്രോസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല, ഫൈൻ വരും. ഒരു 1 hour മുന്നെങ്കിലും റീചാർജ് ചെയ്താൽ മാത്രമേ ആ സെയിം പ്രൈസിന് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ ഡബിൾ പ്രൈസിൽ ക്രോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെച്ചോ. ഈ February 20th മുതലാണ് ആ റൂൾസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലുള്ള ലോങ് ഡ്രൈവിലൊക്കെ ഞാൻ കൊണ്ടു നടക്കുന്നതാണ്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെയാണ് ഞാൻ ക്യാരി ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം 6 മണിക്കൂറിന് ശേഷം ഞാൻ പാലയിലെത്തി. ഇവിടെ വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. എൻ്റെ പെങ്ങളുടെ മോള് എക്സാമിൻ്റെ ആവശ്യത്തിന് വന്നതായിരുന്നു, അതായത് UCയുടെ എക്സാമിൻ്റെ ആവശ്യത്തിന് വന്നായിരുന്നു. അവളെ ഹോസ്റ്റലിൻ്റെ ഗേറ്റാണിത്. അവിടെ നിന്ന് അങ്ങനെ പിക്ക് ചെയ്ത് നേരെ ആലുവയിലേക്ക്. ഇതാണ് എക്സാം സെൻറ്റർ. ഇത് കണ്ടപ്പോൾ എനിക്ക് കോഴിക്കോട് ബീച്ചിൽ ന്യൂ ഇയറിന് ആൾ കൂടിയ പോലെയാണ് തോന്നിയത്. അത്രയ്ക്ക് ആൾക്കാരുണ്ട് എക്സാമിന്. ഇതേ ഈ വരുന്ന മുതലിന് എക്സാം എത്തിക്കാനാണ് പോയത്. ആളൊരു ആർട്ടിസ്റ്റാണ് കേട്ടോ. എക്സാമിന് കറക്റ്റ് എത്തേണ്ടതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല. പക്ഷെ കയ്യിൽ ഞാനൊരു ബ്രൗണി കരുതിയിരുന്നു. ഈ ബ്രൗണി വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡെസേർട്ട് സ്റ്റോം കോഴിക്കോടിൽ പോയാൽ മതി. നല്ല കിഡിലും ബ്രൗണി വിത്ത് ചോക്ലേറ്റ് ആണ് കേട്ടോ. അങ്ങനെ തിരിച്ചു വരുമ്പോൾ മൂവാറ്റുപുഴ പള്ളിപ്പടി ജംഗ്ഷൻ എത്തിയപ്പോഴാണ് 99 rupees നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും കണ്ടത്. അതൊന്ന് കയറി കഴിച്ചു നോക്കി. കിടിലം കോംബോ കേട്ടോ. ഈ വഴി പോകുന്നുണ്ടോന്ന് കഴിച്ചു നോക്കി. അപ്പോൾ പേര് സാഫി റെസ്റ്റോറൻറ്റ്. അങ്ങനെ അവിടെ നിന്ന് അതും കഴിച്ച് നേരെ പാലയിലേക്ക്. പാലയിൽ നിന്ന് കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ പോയത് അച്ചായൻസിലാണ്. ഇവിടുന്ന് 1-2 സ്നാക്സും കോഫിയൊക്കെ കഴിച്ചു. ഇവരുടെ സ്നാക്സ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവർ ഇവിടുന്ന് തന്നെ മേക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഒരു ക്യാരറ്റ് കേക്കും കൂടി വാങ്ങിച്ചു. ഇതെങ്ങനെയാണെന്ന് ടേസ്റ്റ് എനിക്കറിയില്ല. ഈ സാധനം എനിക്ക് തിന്നാൻ തന്നില്ല. അത് നേരെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടുന്ന് ഒരു കോഫിയും കുടിച്ചിറങ്ങി നേരെ ഹോസ്റ്റലിലേക്ക് പോയി ഡ്രോപ്പ് ചെയ്തു. ഇതാണ് ബ്രില്യൻറ്റ് പാല ലേഡീസ് ഹോസ്റ്റൽ. അവിടെ അവളെ ഇറക്കി. പിന്നെ ഞാൻ നേരെ കോഴിക്കോടേക്ക്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.